ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ദീർഘകാലം അവരുടെ എല്ലാ രാഷ്ട്രീയ അനുഭവങ്ങളും നേരിൽ കാണാനും ഉമ്മൻചാണ്ടി എന്താണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവ് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ജീവിച്ചു എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു വനിതാ നേതാവാണ്, അല്ലെങ്കിൽ ഒരു മകളാണ് മറിയ ഉമ്മൻ എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഈ മറിയ ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ഓടിയിട്ടുള്ളത്. പക്ഷേ ചാണ്ടി ഉമ്മൻ വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം മതി, അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരരംഗത്തില്ല എന്ന്. ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ ഗുണമാവുന്ന ഒരു തീരുമാനമായിരുന്നു അത്. ചാണ്ടി ഉമ്മൻ മാറി നിൽക്കുകയും പകരം പുതുപ്പള്ളിയിൽ നിന്നും മറിയ ഉമ്മൻ മത്സരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് വലിയ ആവേശവും ഊർജവും ഉണ്ടാക്കുമായിരുന്നു. അതുകൂടാതെ തന്നെ ഇവർ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. മറ്റു പല കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ചെല്ലുന്ന സമയത്തും ഈ ഒരു ആൾക്കൂട്ടത്തെ കാണാൻ പറ്റത്തില്ല, ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കൂട്ടത്തെ കാണാൻ വേണ്ടി പറ്റത്തില്ല. BJP ഒക്കെ അത്തരത്തിലുള്ള വനിതാ നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മറിയ ഉമ്മൻ വരും കാലത്ത് വലിയ നേതാവായി കോൺഗ്രസിന് നേട്ടമാവും, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ അവർ ശ്രദ്ധേയമായ ഒരു നേതാവായി മാറും എന്നാണ് ഇപ്പോൾ ഉള്ളത്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, ഇപ്രാവശ്യം നമുക്ക് LDF പരിശോധിക്കേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പൊ UDF താരപ്രചാരകൻ എന്ന് പറയുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സച്ചിൻ പൈലറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്നുമുള്ള കോൺഗ്രസിന്റെ താരപ്രചാരകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, VD സതീശൻ ഉണ്ടായിരുന്നു, കൂടാതെ ഷാഫി പറമ്പിലും ഓടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു വനിതാ നേതാവുണ്ട്, അത് മറിയ ഉമ്മൻ തന്നെയാണ്. നമ്മളിപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് മറിയ ഉമ്മൻ്റെ ഈ മൊത്തം ഒരു 13 ദിവസങ്ങളിലായിട്ട് ഏകദേശം 14 ഡിസ്ട്രിക്റ്റും അവർക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 71ഓളം കോൺസ്റ്റിറ്റ്യുവൻസിയിലൂടെ ആയിട്ട് 4470 കിലോമീറ്ററാണ് അവർ സഞ്ചരിച്ചിട്ടുള്ളത്. അതോടെ കൂടാതെ തന്നെ 1625 വീടുകളും ഷോപ്പുകളും ഒക്കെ അവർ നേരിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. 44ഓളം കുടുംബ മീറ്റിങ്ങുകളും കൺവെൻഷന് കുടുംബ സംഗമങ്ങളിൽ ഒക്കെ അവർ പങ്കെടുത്തിട്ടുണ്ട്. 21ഓളം റോഡ് ഷോയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വിപുലമായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങുകയും അത് ജനശ്രദ്ധ ആകർഷിക്കുകയും മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടോ എന്നെനിക്ക് ചെറിയ സംശയമുണ്ട്. ഈ മറിയ ഉമ്മൻ്റെ ഒരു രാഷ്ട്രീയ താരമായിട്ട് കേരളത്തിൽ ഉദയം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? തീർച്ചയായും. നമുക്ക് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ട് പുതുപ്പള്ളിയിൽ നടന്ന ബൈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു യുവ നേതാവ് അല്ലെങ്കിൽ വനിതാ നേതാവ് അച്ചൂമ്മനായിരുന്നു. ഇത്തവണ അച്ചൂമ്മനല്ല, ഇത്തവണ മറിയ ഉമ്മനാണ് ഏറ്റവും കൂടുതൽ താരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവർ യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ആളുകളും പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥി ലക്ഷ്യങ്ങൾ വെച്ചാണ്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ, അല്ലെങ്കിൽ വരും കാലത്ത് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ എങ്കിൽ പോലും ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളായ മറിയ ഉമ്മനാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പം നമുക്കറിയാം മറിയ ഉമ്മൻ സജീവ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ എങ്കിൽ പോലും ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ദീർഘകാലം അവരുടെ എല്ലാ രാഷ്ട്രീയ അനുഭവങ്ങളും നേരിൽ കാണാനും ഉമ്മൻചാണ്ടി എന്താണ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവ് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ജീവിച്ചു എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു വനിതാ നേതാവാണ്, അല്ലെങ്കിൽ ഒരു മകളാണ് മറിയ ഉമ്മൻ എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറിയ ഉമ്മൻ ഈ തവണ കഴിഞ്ഞ 10 വർഷക്കാലമായി രാഷ്ട്രീയത്തിൽ അത്രയൊന്നും സജീവമായിരുന്നില്ല ഉമ്മൻ നമുക്ക് കാണേണ്ടതുണ്ട്. പക്ഷെ എങ്കിൽ പോലും മറിയ ഉമ്മൻ ഇത്തവണ എന്തുകൊണ്ട് ഈ ഇതിൽ സജീവമായി പ്രവർത്തിച്ചു എന്നുള്ളത് കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഉമ്മൻചാണ്ടി സാറിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു മുന്നണിയെ ഈ തവണ അധികാരത്തിൽ നിന്നും പുറത്താക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തിൻ്റെ പേരിലാണ് അവർ ഇത്രയും അധികം ഓടിയത് എന്ന് തന്നെയാണ് നമ്മളിൽ കാണേണ്ടതുള്ളത്. കാരണം ഈ കഴിഞ്ഞ 5 വർഷം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സാർ മത്സരിച്ചിരുന്നു. അദ്ദേഹം വിജയിക്കുകയും ചെയ്തുവെങ്കിൽ പോലും അദ്ദേഹത്തിന് പിന്നീട് സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം രോഗാതുരനായി ദീർഘകാല ആശുപത്രിയിലായിരുന്നു. ഈ സമയത്ത് ഏറ്റവും കൂടെ ഉണ്ടായിരുന്നതും മറിയ ഉമ്മനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായ വേദന എത്രത്തോളമാണെന്നും അദ്ദേഹം എന്തൊക്കെയെല്ലാം സംസാരിച്ചിരുന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു മകൾ യഥാർത്ഥത്തിൽ മറിയ ഉമ്മനായിരുന്നു. ഒരുപക്ഷെ പുതുപ്പള്ളി ബൈ ഇലക്ഷനിൽ കഴിഞ്ഞ 2.5 വർഷം മുന്നേ നടന്ന ബൈ ഇലക്ഷനിൽ
മറിയ ഉമ്മനായിരുന്നു സ്ഥാനാർത്ഥി ആവേണ്ടിയിരുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം കുടുംബമായി ആലോചിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം എന്നുള്ള നിലയിൽ മറിയ ഉമ്മൻ ഒരിക്കൽ പോലും എനിക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയായത് എന്നുള്ളതാണ്. എങ്ങനെ പരിശോധിക്കുമ്പോഴും മറിയ ഉമ്മനാണ് രാഷ്ട്രീയപരമായി ഏറ്റവും കൂടുതൽ ജ്ഞാനമുള്ളത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത് കൂടാതെ തന്നെ ഞാൻ ഇവരെ ഈ മറിയ ഉമ്മനെ ഈ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. പക്ഷെ ഞാൻ നമ്മൾ സംസാരിക്കുന്നതിൽ അവർക്കുള്ള ഒരു ജെനുവിനിറ്റി ഉണ്ട്. ആ ജെനുവിനിറ്റിയും ആ ഒരു പക്വതയും അതുകൂടാതെ തന്നെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള ചില ഓർമ്മകൾ ഓർത്തെടുത്ത സമയത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാരണം ഇപ്പോഴും ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോട് അല്ലെങ്കിൽ സ്വന്തം പിതാവിനോടുള്ള അവരുടെ ആ ഒരു സ്നേഹം, ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ണുനീരായിരുന്നു. കാരണം ആ ഒരു അന്ന് നേരിട്ട് കണ്ട സമയത്ത് അവർ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിവാദമായിട്ടുള്ള ഈ സോളാർ കേസിൽ നിന്നൊക്കെ കുറ്റവിമുക്തനാക്കപ്പെട്ട ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിട്ട് ആ പത്രത്തിൽ വന്ന സമയത്ത് എല്ലാവരെയും വിളിച്ചിട്ട് ഈ പത്രം ഒന്ന് വായിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു. ആ ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുന്ന സമയത്ത് അവർ വളരെ വികാരാധീനനായി പോയി എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് പറയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഈ മറിയ ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ഓടിയിട്ടുള്ളത്. കാരണം ഇവർക്ക് ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസും കൂടെ ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം ഒരുപാട് വലിയൊരു സമ്പത്തിനുടമയൊന്നും അല്ല ഈ മറിയ ഉമ്മൻ എന്ന് പറയുന്നയാൾ. എങ്കിൽ തന്നെയും അവരുടെ സ്വന്തം വരുമാനത്തിൽ നിന്നും പിന്നെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് പല ആളുകളിൽ നിന്നൊക്കെ സഹായം സ്വീകരിച്ചുമൊക്കെയാണ് ഇവർ ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് കൂടാതെ തന്നെ ഇവർ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. മറ്റ് പല കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ചെല്ലുന്ന സമയത്തും ഈ ഒരു ആൾക്കൂട്ടത്തെ കാണാൻ പറ്റത്തില്ല, ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കൂട്ടത്തെ കാണാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ ഷാഫി പറമ്പിൽ ചെല്ലുമ്പോഴും ആൾക്കൂട്ടമുണ്ട്. പക്ഷേ ആ ആൾക്കൂട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കൂട്ടമാണ്. പക്ഷെ ഇതല്ലാതെ ഉമ്മൻചാണ്ടിയുടെ മകളെ കാണാൻ വേണ്ടിയിട്ട് എത്തുന്ന ഒരു ജെന്യുവിൻ ആൾക്കൂട്ടമുണ്ട്. ആ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഒരു ജെന്യുവിൻ ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഈ മറിയ ഉമ്മൻ്റെ പ്രചരണ പരിപാടികളിലാണ്. ഇപ്പം രമേശ് ചെന്നിത്തല ചെല്ലുന്ന സമയത്തും അതോടൊപ്പം തന്നെ ഈ കെ മുരളീധരനൊക്കെ ചെല്ലുന്ന സമയത്ത് അവർക്കൊക്കെ കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട്. ഇപ്പം കെ മുരളീധരൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മകൻ എന്നുള്ള രീതിയിലൊരു സ്വീകാര്യതയുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീമതി പത്മജ വേണുഗോപാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മകൾ ഇപ്പോൾ അവർ BJP-യുടെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ തന്നെയും ഒരു പറ്റം കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലല്ല, ഒരു പറ്റം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്ക് പത്മജ വേണുഗോപാൽ ഇപ്പോൾ നടന്നു എന്ന് കഴിഞ്ഞാലും ഇത് ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മകളാണ് എന്ന രീതിയിലുള്ളൊരു സ്വീകാര്യതയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകളാണ് മറിയ ഉമ്മൻ എന്നുള്ളൊരു സ്വീകാര്യത അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്. ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ചാണ്ടി ഉമ്മന് ലഭിച്ച സ്വീകാര്യത. ഈ 3000-ഓളം വീടുകളാണ് ചാണ്ടി ഉമ്മൻ അന്ന് നിലമ്പൂരിൽ ഓടിക്കേറിയത്. ഇപ്പൊ ഈ ഓടിക്കേറിയ സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന വ്യക്തിക്കല്ല അവിടെ സ്വീകാര്യത ലഭിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനാണ് നിലമ്പൂരുകാർ സ്വീകരിച്ചിട്ടുള്ളത്. പലരും സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയൊക്കെ ചാണ്ടി ഉമ്മൻ അവിടെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതേ സമാനമായ രീതിയിൽ തന്നെയാണ് മറിയ ഉമ്മനെയും ഇപ്രാവശ്യം ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ 14 ജില്ലകളിൽ ഒരുപക്ഷെ ഇവർ ഈ വണ്ടി ഓടിച്ചുകൊണ്ടല്ല പോകാനായിട്ട്, വണ്ടി ഓടിച്ചു പോകുന്നതിൻ്റെ പെട്രോളിൻ്റെ പൈസ പോലും ഈ പാർട്ടി കൊടുത്തിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് മറിയ ഉമ്മനല്ലേ അത് കൈകാര്യം ചെയ്തുകൊള്ളും എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഇതിൽ കാണേണ്ടത് കോൺഗ്രസിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പറയാനുള്ള ഒരു സ്ത്രീ മുഖം ഇല്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. നേരത്തെയൊക്കെ പലരും ഉണ്ടായിരുന്നു, MT പത്മ ഉണ്ടായിരുന്നു, പിന്നീട് സാവിത്രി ലക്ഷ്മൺ ഉണ്ടായിരുന്നു, അങ്ങനെ പല നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ് ലെവൽ അത്തരത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു വനിതാ നേതാവില്ല. ഇപ്പം ജെബി മേത്രൊക്കെ ഉണ്ടെങ്കിൽ പോലും ജെബി മേത്രന് എറണാകുളത്തിന് അപ്പുറത്തേക്ക് സ്വീകാര്യതയുണ്ടോ എന്ന് സംശയമുണ്ട്. ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലത്തിന് അപ്പുറത്തേക്ക് സ്വീകാര്യതയുണ്ടോ എന്ന് സംശയമുണ്ട്. രമ്യ ഹരിദാസിന് എവിടെയെങ്കിലും സ്വീകാര്യതയുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സ്റ്റേറ്റ് ലെവലിൽ എടുത്തു കാണിക്കാനുള്ള ഒരു കോൺഗ്രസ് വനിതാ മുഖം ഇല്ല എന്നിരിക്കെ എങ്ങനെ പരിശോധിച്ചാലും മറിയ ഉമ്മനെ യഥാർത്ഥത്തിൽ അടുത്ത ഈ ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും കോൺഗ്രസ്സിന് കൃത്യമായി ഒരു മുഖമായി അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നേതൃത്വ ഗുണമുള്ള ഒരു സ്ത്രീയായിട്ട് വേണം നമ്മൾ പരിഗണിക്കാൻ എന്നുള്ളതാണ്. കോൺഗ്രസ് ചിലപ്പോൾ പരിഗണിക്കായിരിക്കും, എങ്കിൽ പോലും ഒരു കോൺഗ്രസ്സിന് പുറത്തു നിന്ന് ഉള്ള നിരീക്ഷകർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയൊരു സംഭവം അവർ ശരിക്കും നേതാവായി വരേണ്ടതാണ്, അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് പിടിച്ചുയർത്തപ്പെടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അവർ ഉമ്മൻചാണ്ടിയുടെ മകളാണ് എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ എന്ന ഒരു വീട്ടിൽ നിന്ന് ചാണ്ടി ഉമ്മൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട്
അവരെ പരിഗണിക്കാതിരിക്കരുത് എന്നുള്ളതാണ്. ഇത്തവണ നമുക്കറിയാം ഡൽഹിയിൽ അവർ ഒരു 2-3 ദിവസത്തെ സന്ദർശനം നടത്തിയപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ അവരെക്കുറിച്ച് വാർത്ത വന്നിരുന്നു. ഈ മറിയ ഉമ്മൻ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നെന്നും ചില നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോയതാണ് എന്നും അവർ ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുള്ള വാർത്തകൾ വന്നിരുന്നു. യഥാർത്ഥത്തിൽ അവരെ പിന്നീടും അത്തരത്തിൽ സ്ഥാനാർത്ഥിയാവാനൊക്കെ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് വന്ന വാർത്തകൾ. ചില വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം മതി, അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരരംഗത്തില്ല എന്ന്. ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ ഗുണമാകുന്ന ഒരു തീരുമാനമായിരുന്നു അത്. ചാണ്ടി ഉമ്മൻ മാറി നിൽക്കുകയും പകരം പുതുപ്പള്ളിയിൽ നിന്നും മറിയ ഉമ്മൻ മത്സരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് വലിയ ആവേശവും ഊർജ്ജവും ഉണ്ടാക്കുമായിരുന്നു എന്ന് തന്നെ നമ്മൾ കാണേണ്ടത്. കാരണം പ്രത്യേകിച്ചിട്ടും കോൺഗ്രസിൽ സ്ത്രീമുഖങ്ങൾ അധികമില്ല. സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വയനാട്ടിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. കൂടുതൽ യുവാക്കൾക്കും അതുപോലെ തന്നെ വനിതകൾക്കും വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്നും വനിതകളെ കൂടുതൽ സ്ഥാനാർത്ഥികളാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ വളരെ കുറവായിരുന്നു നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ വെച്ചാണല്ലോ പ്രഖ്യാപനം നടത്തിയത്. നമ്മളിതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ട് നമ്മളത് കൂടുതൽ പറയാത്തത്. മുഖ്യമന്ത്രി ആകാൻ പോലും പിന്നീട് ഭാവിയിൽ മുഖ്യമന്ത്രി പോലും ആവാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയാണ്, ഈ സ്ത്രീ നേതാവാണ്, അല്ലെ വനിതാ നേതാവാണ് മറിയ ഉമ്മൻ എന്ന് തന്നെ നമുക്ക് വേണം കാണാവുന്നതാണ്. കാരണം അവരുടെ ഒരു നേതൃപാഠവും അവരുടെ അതുപോലെ തന്നെ കോർഡിനേഷൻ പവറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, കാര്യഗൗരവമുള്ളവരാണ്, വിദ്യാസമ്പന്നയാണ്. എല്ലാം വെച്ച് പരിഗണിച്ച് നോക്കുമ്പോൾ തന്നെ അവർക്ക് വരും കാലത്ത് വലിയ ഭാവിയുണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം. പരമ്പരാഗതമായ രീതികളിൽ നിന്നൊക്കെ പൊളിറ്റിക്സ് ഒക്കെ മാറേണ്ടതുണ്ട്. അത് കോൺഗ്രസ് മാറേണ്ടതുണ്ട്, LDF മാറേണ്ടത്, UDF എല്ലാവരും മാറേണ്ടതുണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നി. ഇപ്പോൾ BJP ഒക്കെ അത്തരത്തിലുള്ള വനിതാ നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മറിയ ഉമ്മൻ വരും കാലത്ത് വലിയ നേതാവായി കോൺഗ്രസിന് നേട്ടമാവും, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ അവർ ശ്രദ്ധേയമായ ഒരു നേതാവായി മാറും എന്നാണ് ഇപ്പോൾ ഉള്ളത്. ഇനി മറ്റൊന്നും സംഭവിച്ചില്ല, കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ആര് ഉയർത്തപ്പെടും, ആര് കീർത്തപ്പെടും, അല്ലെങ്കിൽ ആരില്ലാതെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും മലയാളത്തിന് അല്ലെങ്കിൽ കേരളത്തിന് വലിയ പ്രതീക്ഷയുള്ള ഒരു വനിതാ നേതാവായി ഈ ഇലക്ഷനിൽ നമുക്ക് ഉയർത്തി കാണാൻ പറ്റുന്നത് മറിയ ഉമ്മനെ തന്നെയാണ്.